ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ മുമ്പിലുള്ളത് 2024 യമഹ MT-15 ആണ്. മെയിൻലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ സ്പെസിഫിക്കേഷനും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. അത് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത് ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എന്താണ് തോന്നിയെന്നുള്ളത്, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് കാണുക. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്കത് മനസ്സിലാവും. ഡിസൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഇത് മെയിൻലി യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ഫോക്കസ് ചെയ്ത് ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത്. പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,15,000 രൂപയാണ് 5 മാസം മുന്നേ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിനായിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് അവർ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എൻജിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ട് ബട്ടണും എല്ലാം കൂടെ ഒന്നിലാക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലാസ് ഡി ബൈഫങ്ഷണൽ ഹെഡ്ലൈറ്റ് ആണ്. ഡിമ്മും ബ്രൈറ്റും അതിൽ തന്നെയാണ് വരുന്നത്. ഡാർക്ക് സൈഡ് ഓഫ് ജപ്പാൻ എന്നാണ് ഈ MT സീരീസിനെ അറിയപ്പെടുന്നത്. അപ്പം MT-15 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് MT-03, MT-07, MT-09 പിന്നെ MT-10. എല്ലാത്തിനും ഈ കളറ്, ഇത് അവരുടെ MT ട്രേഡ് മാർക്ക് കളറാണ്. അവരുടെ എല്ലാ സീരീസിലും ഈ ഒരു കളറ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ LED ആണ് വന്നിട്ടുള്ളത്. ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ മെയിൻ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് Xenon പ്രൊജക്ടർ ലാമ്പാണ്. നല്ല വെട്ടമുണ്ട്, നല്ല ഓക്കെയാണ്. ഭയങ്കര ഗ്രേറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ നല്ല വെട്ടമുണ്ട്. രാത്രി നമുക്ക് യൂസബിൾ ആണ് ഇതിൻ്റെ ആ ഒരു വെട്ടം എന്ന് പറയുന്നത്. ഇതൊരു വെർഷൻ 2 വണ്ടിയാണ്. കാരണം വെർഷൻ 1 വരുമ്പോഴത്തേക്കും ഈ ഒരു സംഗതിയൊന്നും ഇല്ലായിരുന്നു. അത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരുന്നു. ഇപ്പോഴാണ് അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നിട്ടുള്ളത്. പിന്നെ സ്വിംഗ് ആമും ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഇതൊരു 4 കിലോ കൂടിയിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക്. കാരണം ഈ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നപ്പോഴത്തേക്കും വെയിറ്റും കൂടിയിട്ടുണ്ട്. ഈ സ്വിംഗ് ആം വന്നപ്പോഴും കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 141 kgs ആണ് ഇതിൻ്റെ ഓവറോൾ കിലോ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയ റോട്ടറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വൈബ്രേര ബ്രേക്ക് സെറ്റപ്പാണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 100/80 17 ഇഞ്ച് വീലാണ്. ഇതൊരു 17 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. ഹാൻഡിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈഡ് ഹാൻഡിൽ ബാറാണ്. ബാർ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. അതും അപ്രൈറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല രീതിക്ക് കംഫർട്ട് തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളുടെ കുറച്ചും കൂടെ ക്ലോസ് ആണ്. കാരണം ചെറിയ ടാങ്കാണ്, കുഞ്ഞ് ടാങ്ക് ആയതുകൊണ്ട് നമ്മൾ റൈഡറിന് ഒരുപാട് ക്ലോസ് ആയിട്ടാണ് ഈ ഹാൻഡിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മീറ്ററിൽ എന്തൊക്കെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം മീറ്ററിൻ്റെ ലേഔട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല റീഡബിളുമാണ്. നല്ല വലിയ ഫോണ്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ്. ഇത് ഇതിൻ്റെ RPM മീറ്ററാണ്. ഫുള്ളി ഡിജിറ്റലാണ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ കിലോമീറ്റേഴ്സ് ഇവിടെയാണ് കാണിക്കുന്നത്. പിന്നെ ഇത് സ്പീഡ് ഇവിടെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഫ്യുവൽ ഗേജ് ഇതാണ്. പിന്നെ ഇവിടെ കുറച്ച് വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന മൈലേജ് 51 മൈലേജ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെന്നുള്ളതിൻ്റെ ആ ഒരു ഇതും കാണിക്കുന്നുണ്ട്. ഒരു ഡൗൺ സൈഡ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാണ് അവർ റീപ്ലേസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സ്വിച്ച് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ഇതെല്ലാം ഒന്നിലാണ് വരുന്നത്. പിന്നെ ഹോൺ, ഇതാണ് ഹോണിൻ്റെ സൗണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോണിൻ്റെ സൗണ്ട് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് തൊട്ട് താഴെ. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിൽ സ്വിച്ച് ഇതാണ്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ആ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ R15 പോലെ റൈഡ് ബൈ വയറൊന്നുമല്ല, ഇത് ത്രോട്ടിൽ കേബിളാണ്. 2 ഡ്യുവൽ കേബിൾ ഓപ്പറേഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ അവർ കോസ്റ്റ് കട്ടിങ്ങിന് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കോസ്റ്റ് കട്ടിങ് ആണെന്നുണ്ടെങ്കിലും റേറ്റ് ഉണ്ട്. 2,15,000 രൂപയുടെ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ മിനിമം ഒരു റൈഡ് ബൈ വയർ ത്രോട്ടിലെങ്കിലും കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ റൈഡ് ബൈ വയർ ത്രോട്ടിൽ വിത്ത് ക്വിക്ക് ഷിഫ്റ്ററായിട്ട് ഓപ്ഷനല്ലെങ്കിലും കൊടുക്കായിരുന്നു. ഇത് അതുപോലും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റ് ക്ലച്ചാണ് കേട്ടോ. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എൻ്റെ പിങ്കി ഫിംഗർ വെച്ചൊന്ന് വലിക്കുകയാണ്. ഇതാ, അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റാണ്. പിന്നെ മിററിൻ്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റിയാണ് തരുന്നത്. പക്ഷേ ഈ മിറർ തന്നെയാണ് അവരെ എല്ലാ 150cc ബൈക്കുകളിലും കൊടുക്കുന്നത്. സ്കൂട്ടറിൽ കൊടുക്കുന്നതും ഈ ഒരു മിറർ തന്നെയാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മിറർ തന്നെയാണ്, സത്യമാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു
പാർട്ടൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ലോ ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ അതെങ്കിലും അവർക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കുഞ്ഞ് ടാങ്കാണ്. നമ്മൾ കുറച്ചും കൂടെ ഫോർവേഡായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു ലെങ്ത് കുറഞ്ഞിട്ടുള്ളൊരു ടാങ്കാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ 10 ലിറ്റർ ആണെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ഈ 150 cc ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനും ഇത്രയും മൈലേജും കൊടുക്കുന്ന ഒരേ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ MT-15 ആണ്. പിന്നെ ഓബ്വിയസ്ലി R15ഉം നല്ല മൈലേജ് കൊടുക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിനാണ്. ഇതൊരു 155 cc ഫ്യൂൽ ഇഞ്ചക്റ്റഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഒരു 17.4 bhp ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 14 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യമഹയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനും കൂടെയാണ്. കാരണം ഇതിപ്പം അവരുടെ 3 വണ്ടികളിൽ വരുന്നുണ്ട്. R15, MT, പിന്നെ എയറോക്സ് 155. ഈ 3ലും ഈ ഒരു എഞ്ചിൻ വരുന്നുണ്ട്. ഇനി നമുക്ക് സീറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡറിന് ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു വണ്ടി തരുന്നത്. നല്ല സീറ്റ് തന്നെയാണ്. കാരണം തൈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഷോർട്ട് റൈഡേഴ്സിനാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. നല്ല പൊക്കമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കാല് ഓൾമോസ്റ്റ് ഇതാ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതൊരു ഷോർട്ട് റൈഡേഴ്സിന് പറ്റുന്നതാണ്. ഒരു 5.8, ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.8 ആണ്. പക്ഷേ സീറ്റ് ഹൈറ്റ് കൂടുതലാണ്. 810 mm സീറ്റ് ഹൈറ്റ് ഉണ്ട്. മാനേജബിളാണ്. കാരണം വണ്ടി 141 kg ഉള്ളൂ. അപ്പം മാനേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. വേറെ ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. ഇതും യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഈ റീപ്ലേസ്മെൻറ്റ് എന്തിനാണ് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ യൂസ്ഡായി. ഒരു കുറച്ച് കിലോമീറ്റേഴ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് യൂസ്ഡ് ആവും. ആദ്യമായിട്ട് കയറി ഓടിക്കുമ്പോഴത്തേക്കും പണി കിട്ടും. പില്ലൻ സീറ്റ് നോക്കേ വേണ്ട. ഇത് സിംഗിൾ റൈഡിന് പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിൽ ഒരാളിരുന്നിട്ട് ബാക്ക് പാക്കോ അങ്ങനെ എന്തെങ്കിലും തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ ഒട്ടും സ്ഥലം കാണത്തില്ല. പിന്നെ സേഫ്റ്റി ഫീച്ചറായിട്ടുള്ള ഇപ്പോൾ എല്ലാ വണ്ടിയിലും വരുന്ന കണക്കത്തെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 6 ഗിയേഴ്സാണ്. സ്മൂത്ത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്മൂത്ത് ഷിഫ്റ്റ് ഞാൻ വേറെ ഒരു വണ്ടിയിലും യൂസ് ചെയ്തിട്ടില്ല. ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റും എല്ലാം അടിപൊളിയാണ്. പിന്നെ കൂടാതെ തന്നെ സ്ലിപ്പർ ക്ലച്ചും നല്ല രീതിക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റ് സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. പിന്നെ റിയർ ഷോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിഫാണ്. ഇതിൻ്റെ ഷോക്കിൻ്റെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. കാരണം ഫ്രണ്ട് ഷോക്കും ബാക്ക് ഷോക്കും നല്ല ഫേമാണ്. അത്രയും കംഫർട്ട് ഈ നമ്മുടെ കുണ്ടും കുഴിയും പോകുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള കംഫർട്ടും കാര്യങ്ങളൊന്നും തരുന്നില്ല. നല്ല രീതിക്ക് തല്ലുന്നുണ്ട്. അഡ്ജസ്റ്റബിളും അല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുങ്യാമാണ്. നമ്മുടെ R15ൻ്റെ സെയിം സുങ്യാമാണ് ഇതിലും ഷെയർ ചെയ്യുന്നത്. 140/17 ഇഞ്ചാണ്. ഫ്രണ്ടും ബാക്കും 17 ഇഞ്ച് വീല് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ബാക്ക് 140 സെക്ഷൻ ടയറാണ്. എനിക്ക് തോന്നുന്നത് 150 cc ഏറ്റവും ബ്രോഡായിട്ടുള്ളൊരു ടയർ MT-15ൻ്റെതാണ്. പിന്നെ ബാക്ക് ഡിസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആണെന്ന് ഞാൻ പറഞ്ഞു. ഫ്രണ്ടിൽ വൈബ്രേറ്റർ ബ്രേക്ക് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിസിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫെൻഡർ കാണാം. ഫെൻഡറിൽ ഇത് ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇതാ ഇവിടെ ഒരു ഫ്ലാപ്പുണ്ട്, ഇവിടെ ഒരു ഹഗ്ഗറുണ്ട്, ഇതാ ഇവിടെ ഇത്രയും വലുപ്പത്തിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് R15ൻ്റെ സെയിം എഞ്ചിനാണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്ക് സ്പ്രോക്കറ്റ് വന്നിട്ട് വലുതാണ്. കാരണം ഗിയറിങ്ങിൽ ഇവർക്ക് ഷോർട്ട് ഗിയറിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രോക്കറ്റ് ബിഗ് സൈസ് ആക്കിയിട്ടുള്ളത്. ഇത് 2-3 ടീത്ത് ബാക്കിൽ കൂടുതലാണ്. അപ്പം ബെറ്റർ ആക്സിലറേഷനും ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ മെത്തേഡ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി ഇത്രയും ഫേമസ് ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ലുക്സ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, അതൊരു മെയിൻ കാര്യമാണ് മൈലേജ് കണ്ടിട്ടാണ് ഈ ഒരു വണ്ടി ആൾക്കാരെടുക്കുന്നത്. പവറും ഉണ്ട്, മൈലേജും ഉണ്ട്. പവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പവർ പറഞ്ഞുതരാം. ഇതൊരു ടോപ്പ് സ്പീഡ് പിടിക്കാനുള്ള ഒരു വണ്ടിയല്ല. പക്ഷേ ഒരു 100 വരെ നമുക്ക് ക്വിക്കായിട്ട് പോകാൻ പറ്റും. പിന്നെ വൈബ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ടോപ്പ് സ്പീഡ് പിടിക്കുമ്പോഴും വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ഒരു 125-130 വരെയൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഒരു ടോപ്പ് സ്പീഡ് നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഇത് പുഷ് ചെയ്യാൻ പറ്റും. ആ ടൈമിനും ഇതിൽ വൈബ്രേഷൻ ഇല്ല. പിന്നെ ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80-85 ഇതിൽ പോകുമ്പോഴത്തേക്കും നല്ല ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് സ്പീഡിന് പോകാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, പഴയ വണ്ടി ഇതിൻ്റെ തൊട്ട് മുന്നേ ഇറങ്ങിയിരുന്ന വണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ VVA, ഇതിനൊരു വാരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊടുത്തിട്ടുണ്ട്, VVA ടെക്നോളജി. ആ VVA കിക്ക് ചെയ്യുന്നത്
75 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ്. 75 കിലോമീറ്റർ സ്പീഡിന് അതിന് മുകളിലൊക്കെ വരുമ്പോഴത്തേക്കാണ് ആ RPM ആ BVA ടെക്നോളജി ആക്റ്റീവ് ആവുന്നത് പഴയ വണ്ടിക്ക്. ഈ വണ്ടിക്ക് 90+ ആണ്. ഒരു 90 കിലോമീറ്റർ സ്പീഡിന് മുകളിലോട്ടാണ് BVA കിക്ക് ചെയ്യുന്നത്. കൂടുതലും സിറ്റി യൂസും ഹൈവേ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം പോയ ഒരു 90-നൊക്കെ താഴെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 വാൽവ് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. ഇത് 4 വാൽവ് ഉള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ 2 വാൽവ് മാത്രമായിരിക്കും ആ ടൈമിന് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ 90+ കയറുമ്പോഴത്തേക്കും ആ റെസ്റ്റ് ചെയ്യുന്ന ആ 2 വാൽവും കൂടെ ആക്റ്റീവ് ആവും. അപ്പം ഒരു കിക്ക് കിട്ടും. നമുക്കൊരു 90 ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും കുറച്ചും കൂടെ അത് പുള്ള് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പം 2 വാൽവ് യൂസ് ചെയ്യുന്ന ടൈമിന് മൈലേജ് നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിക്കാണ് മൈലേജ് കൂടുതൽ. ഇതിന് പഴയ വണ്ടിക്ക് മൈലേജ് ഉണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇതിനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീച്ചേഴ്സ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ മാത്രം പറയാനായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. കാരണം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇപ്പം പ്രോസ് ആൻഡ് കോൺസും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് വരും. ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന്. അപ്പം ആ ഒരു വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.